സോ നെക്സ്റ്റ് പഠിക്കുന്നത് മാർക്ക് ബ്ലോക്കിനെ കുറിച്ചാണ്. സോ മാർക്ക് ബ്ലോക്കാണ് അനൽസിൻ്റെ എഡിറ്റർ ആയിരുന്നു 1929 മുതൽ 1944 വരെ. One of the most important historian of the 20th century was shot dead by Hitler's Gestapo in 1944 for his involvement in the French resistance during the Second World War. അപ്പോൾ അദ്ദേഹം 20ാം നൂറ്റാണ്ടിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിയൻ ആയിട്ട്. അദ്ദേഹം 1944 ഹിറ്റ്ലറിൻ്റെ ഗസ്റ്റപ്പന്മാരില്ലേ, അതായത് ഹിറ്റ്ലർക്ക് സംശയം തോന്നിയ ആരെയും ഹിറ്റ്ലർ എന്താണ് വെടിവെച്ച് കൊല്ലാൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ് എന്ത് ഗസ്റ്റപ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ ഗസ്റ്റപ്പോ എന്ത് ചെയ്തു, ഇവരെ ഈ നമ്മുടെ മാർക്ക് ബ്ലോക്കിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് 1944. എന്താണ് റീസൺ ഫോർ ഹിസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഫ്രഞ്ച് റെസിസ്റ്റൻസ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ ഒരു ഫ്രഞ്ചിൻ്റെ റെസിസ്റ്റൻസ് കാരണം എന്ത് ചെയ്തു, ഹിറ്റ്ലർക്ക് ദേഷ്യം തോന്നി മാർക്ക് ബ്ലോക്കിനെ ഗെസ്റ്റപ്പോൻ്റെ സഹായത്തോടെ കൊല്ലുകയാണ് ചെയ്തത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. അതിൽ 4 നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന് ഫ്യൂഡൽ സൊസൈറ്റി, ഒന്ന് റോയൽ ടച്ച്, ഒന്ന് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇതിൽ ഫ്യൂഡൽ റൂറൽ ഹിസ്റ്ററിയും റോയൽ ടച്ചും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി എന്തായാലും അവസാനമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയും. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റിന് സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്കിന് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ ബ്ലോക്സ് ഐഡിയ ഓഫ് ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ വർക്കായ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റിലൂടെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് പോയിൻ്റായിട്ട്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഐഡിയ അദ്ദേഹം ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റിലൂടെ പറയുന്നു. ഇനി അദ്ദേഹം ഹിസ്റ്ററി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി ഹിസ്റ്ററിയെക്കുറിച്ചൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഹിസ്റ്ററി ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ബൈ ദ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് ബൈ ദ പ്രസൻറ്റ്. അതായത് പ്രസൻറ്റ് പാസ്റ്റിലൂടെയും പാസ്റ്റ് പ്രസൻറ്റിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിസ്റ്റോറിയൻസ് ബിക്കം സയൻറ്റിസ്റ്റ് വെൻ ഹി അപ്ലൈസ് ക്രിട്ടിക്കൽ റീസണിങ്. അപ്പോൾ ഹിസ്റ്റോറിയൻസ് എപ്പോഴാണ് ഒരു സയൻറ്റിസ്റ്റ് ആവുന്നത് എന്ന് വെച്ചാൽ, കിട്ടിയ സോഴ്സ് മെറ്റീരിയൽസ് ആണെങ്കിലും കിട്ടിയ ഒരു ഇവൻ്റ് ആണെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആണെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് തൻ്റേതായൊരു രീതിയിൽ കൊണ്ടുവരിക എന്നത്, അപ്പോഴാണ് ഒരു ഹിസ്റ്റോറിയൻ സയൻറ്റിസ്റ്റ് ആവുക എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞു സയൻസ് ഓഫ് മെൻ ഇൻ ടൈം, പിന്നെ ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ബൈ ദ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് ബൈ ദ പ്രസൻറ്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഹിസ്റ്റോറിയൻസ് ബിക്കം സയൻറ്റിസ്റ്റ് വെൻ ഹി അപ്ലൈസ് ക്രിട്ടിക്കൽ റീസണിങ്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്റോറിയൻ ഷുഡ് സ്റ്റഡി പ്രോബ്ലം ദെൻ ഈവൻറ്റ്സ്. ഒരു പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ഈവൻറ്റ്സിനെ കാട്ടി. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഹിസ്റ്ററി ഡേ ടു ഡേ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇറങ്ങിച്ചെന്ന് അതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ വ്യാഖ്യാനിക്കുക, അല്ലാണ്ട് വെറുതെ ഈവൻറ്റ്സ് പഠിച്ചു പോകരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് പീരിയോഡൈസേഷനെ ക്രിട്ടിസൈസ് ചെയ്തു. അതാണ് ഞാൻ ക്രിട്ടിസൈസ് കഴിഞ്ഞിട്ട് അടിയിൽ ആ പോയിന്റ് ചെയ്തത്. ഹി ക്രിട്ടിസൈഡ് ദ കോൺസെപ്റ്റ് ഓഫ് പീരിയോഡൈസേഷൻ. അതായത് നമ്മളിങ്ങനെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മെഡീവൽ, ആൻഷ്യൻറ്റ്, മോഡേൺ, നമ്മളിങ്ങനെ പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ അദ്ദേഹം അതിനെതിരായിരുന്നു. ഈവൻ ദോ ഹിസ് അഡ്മിറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പുള്ളിയും പറയുന്നുണ്ട് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി അത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളി അത്രത്തോളം അതിന് യോജിക്കുന്നില്ല. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളങ്ങനെ എന്താ പറയുക ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടതല്ല എന്നതാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. സോ അതാണ് അതിൽ പറയുന്നത്. ഞാനിതിലില്ലാത്ത കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയാം. ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാനത് വായിക്കാം. ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, സയൻസ് ഓഫ് മെൻ ഇൻ ടൈം എന്ന് പറഞ്ഞു. പിന്നെ ഈ ക്രിട്ടിക്കൽ റീസണിങ് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഹി ക്രിട്ടിസൈഡ്സ് ദ കോൺസെപ്റ്റ് ഓഫ് പീരിയോഡൈസേഷൻ ത്രൂ ദോ ഹി അഡ്മിറ്റ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഹിസ്റ്റോറിയൻ ഷുഡ് സ്റ്റഡി പ്രോബ്ലംസ് ദാൻ ഈവൻറ്റ്സ്. ടു ഹിം പാസ്റ്റ് ഈസ് ചേഞ്ചിങ് ഡേ ടു ഡേ ആൻഡ് തോട്ട് ടു തോട്ട്. കാരണം പാസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആസ് ഹി ഹാവ് നോ ടെസ്റ്റിമണി ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ കമ്പാരിറ്റീവ് മെത്തഡ് ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് സേസ് ബ്ലോക്ക്. അതായത് നമുക്ക് എന്തായാലും വസ്തുനിഷ്ഠമായിട്ട് ഹിസ്റ്ററി എഴുതാൻ പറ്റണം. പക്ഷേ അതിന് നമുക്ക് അങ്ങനെ എഴുതണമെങ്കിൽ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ഡിസിപ്ലിൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പഠിക്കണമെന്നാണ് ബ്ലോക്ക് പറയുന്നത്. ഇനി നമ്മൾ വിട്ടുപോയൊരു ബുക്കില്ലേ, ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ബ്ലോക്സ് ഫ്യൂഡൽ സൊസൈറ്റി ഈസ് കൺസിഡർഡ് ആസ് എ പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡി ഇൻ യൂറോപ്യൻ ഫ്യൂഡലിസം. അതായത് യൂറോപ്യൻ ഫ്യൂഡലിസത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു പുസ്തകമാണ് ബ്ലോക്കിൻ്റെ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ the sources he used and the method he adopted for writing the book was entirely new to the existing historical writing. അതായത് സാധാരണ ഫ്യൂഡൽസത്തെ പറ്റിയൊക്കെ എഴുതുന്നതിനെക്കാട്ടി വളരെയധികം വിപരീതമായിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച സോഴ്സസ് ആയിക്കോട്ടെ, അദ്ദേഹം ഈ പുസ്തകം എഴുതാൻ അപ്ലൈ ചെയ്ത മെത്തേഡ് ആയിക്കോട്ടെ. അപ്പോൾ പുതിയൊരു ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൽ എൻറ്റയർലി ഒരു പുതിയൊരു രീതിയായിരുന്നു എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് എ പാത്ത് ബ്രേക്കിംഗ് സ്റ്റഡി. അറ്റ് ദ സെയിം ടൈം മെത്തേഡ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ സോഴ്സും ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ he studies European feudalism from the point of view of the peasants and serfs instead of the conventional way of looking in the form of from the view of lords and kings. അതായത് എന്തുകൊണ്ടാണ് സോഴ്സസ് ന്യൂ ആണ് അല്ലെങ്കിൽ റൈറ്റിംഗ് മെത്തേഡ് ന്യൂ ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സാധാരണ ഫ്യൂഡലിസം ഒക്കെ പഠിക്കുന്നത് രാജാവിൻ്റെ ഒക്കെ പെർസ്പെക്റ്റീവിലാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ ഫ്യൂഡലിസം ആരുടെ പെർസ്പെക്റ്റീവ്സിലാണ് പഠിച്ചത്? സാധാരണക്കാരുടെ, അതായത് പെസൻസിൻ്റെയും സെർഫ്സിൻ്റെയും ഭാഗത്തൂടെയാണ് അദ്ദേഹം ഈ ഒരു യൂറോപ്യൻ ഫ്യൂഡലിസത്തിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പുതിയൊരു രീതി പോലെയായിരുന്നു. ഓക്കെ, ഹി കൺസിഡർഡ് സബ്ജക്ട് പെസൻട്രി, സർവീസ് ടെനൻമെൻറ്റ്, class of specialized warriors, fragmentation of political authority as the fundamental features of the European feudalism. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം യൂറോപ്യൻ ഫ്യൂഡലിസത്തിൻ്റെ ഫീച്ചേഴ്സായി കാണുന്നത്. ഒന്ന് പെസൻട്രി, പിന്നെ നമ്മുടെ സർവീസ് ടെനമെൻറ്റ്, പിന്നെ ഓരോ വാരിയേഴ്സിൻ്റെ ആ ഒരു ക്ലാസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് വേരിയേഴ്സ് ആൻഡ് ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ ആ ഒരു നിലനിൽപ്പില്ലായ്മ, അതായത് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി. ഇതൊക്കെയാണ് ആ ഒരു യൂറോപ്യൻ ഫ്യൂഡലിസം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മൾ പോയിന്റ്സ് പറയാം, അതിൽ അദ്ദേഹം പഠിച്ച സവിശേഷതകൾ പറയുക, എത്രത്തോളം ഇത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്ക് ബ്ലോക്കിൻ്റെ ബുക്കും മാർക്ക് ബ്ലോക്കിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഐഡിയയും പിന്നെ ഫ്യൂഡലിസത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയ, പിന്നെ 2 പുസ്തകമുണ്ട്, റോയൽ ടച്ചും പിന്നെ നമ്മുടെ ഫ്യൂഡൽ റൂറൽ ഹിസ്റ്ററി. ആ 2 ബുക്കിൻ്റെ വീഡിയോ ആ ഒരു വീഡിയോയിലുണ്ട്. സോ അത് പഠിക്കുക. പിന്നെന്താണ് അദ്ദേഹം എങ്ങനെയാണ് പീരിയോഡൈസേഷൻ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കണം നമ്മൾ ഹിസ്റ്ററിക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് മാർക്ക് ബ്ലോക്കിനെ പറ്റി സുഖമായിട്ട് 5 മാർക്കിനൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓരോ സ്പ്ലിറ്റ് ചെയ്താണ് പഠിപ്പിച്ചത്. മാർക്ക് ബ്ലോക്കിൻ്റെ എഡിറ്ററായിരുന്നു അനൽസിൻ്റെ, പിന്നെ അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു, പിന്നെ അദ്ദേഹത്തിൻ്റെ 4 ബുക്കിനെ പറ്റി പറഞ്ഞു, പിന്നെ അതിനെ കുറച്ച് ഡിഫൈൻ ചെയ്തു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ഹിസ്റ്റോറിക്കൽ വ്യൂസ് നമ്മൾ പറഞ്ഞു. സോ പിന്നെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്ത എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫെർണാഡ് ബ്രോഡലിനെ കുറിച്ചിട്ടാണ്. അത് മാർക്ക് ബ്ലോക്ക് കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിയൻ ആരാണ്? ഫെർണാഡ് ബ്രോഡലാണ്. അപ്പോൾ അദ്ദേഹം അനൽസിൻ്റെ എഡിറ്ററായിരുന്നു. എപ്പോൾ മുതൽ എപ്പോൾ വരെ? 1956 മുതൽ 1968 വരെ. ഇനി അദ്ദേഹത്തിന് 3 ഇമ്പോർട്ടൻറ്റ് വർക്ക് പഠിക്കണം. ഒന്ന് ക്യാപിറ്റലിസം ആൻഡ് മെറ്റീരിയൽ ലൈഫ്, ഒന്ന് ദ മെഡിറ്റേനിയൻ ആൻഡ് ദ മെഡിറ്റേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് II. അവിടെ ഫിലിപ്പ് II ഉണ്ട് കേട്ടോ. ആൻഡ് അടുത്ത 3ാമത്തെന്ന് വെച്ചാൽ ഓൺ ഹിസ്റ്ററി. അപ്പോൾ 3 പുസ്തകം പഠിച്ചു വെക്കുക. അപ്പോൾ ഈ പറയുന്ന ഹിസ്റ്റോറിയൻസും അവരുടെ പുസ്തകങ്ങളും ആ പുസ്തകത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കുക. അതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ. ഓക്കെ, ഇനി അടുത്തത് ടെക്സ്റ്റിൽ നമ്മൾ മെഡിറ്റേനിയൻ ആൻഡ് ദ മെഡിറ്റേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് II ഇതിനെ പറ്റിയിട്ടൊന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ പോയിൻ്റായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ M എന്ന് എഴുതിയത്. എനിക്ക് മടിയായിട്ടാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, സോ ഇനി ആ പുസ്തകത്തെ പറ്റി എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ക്ലാസിക് വർക്ക് ഓഫ് 20th century, 20ാം നൂറ്റാണ്ടിലെ വളരെ ക്ലാസിക് ആയിട്ടുള്ള വർക്കാണ് ദ മെഡിറ്റേനിയൻ ആൻഡ് ദ മെഡിറ്റേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ടോട്ടൽ ഹിസ്റ്ററി, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ അനൽസ് ഹിസ്റ്ററീൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഹിസ്റ്ററി എന്ന് നമുക്ക് ഒരു പേരുണ്ട് അല്ലേ? അനൽസ് ഹിസ്റ്ററിക്ക് ഓൾറെഡി അങ്ങനെ ഒരു പേരുണ്ട്. അപ്പോൾ ഈ അനൽസ് ഹിസ്റ്ററിയിൽ മാർക്ക് ബ്ലോക്കും നമ്മുടെ ലൂസിയൻ ഫെബ്വറൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് അവരുടെ പിന്നെ അവരുടെ ആ ഒരു ഇതില്ലേ അവരുടെ ആ എഡിറ്റർ പദവി ഏറ്റെടുത്ത ഓരോ ആൾക്കാരും എന്ത് ചെയ്തു? നന്നായിട്ട് വർക്ക് പൂർത്തിയാക്കി. അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞ് നല്ലൊരു ടോട്ടൽ ഹിസ്റ്ററി കൊണ്ടുവന്ന ഒരു പുസ്തകമാണ് നമ്മുടെ M. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് ഡ്യൂറിങ് ഫിലിപ്പ് II. അതായത് ഫിലിപ്പ് IIൻ്റെ ടൈമിലുള്ള യൂറോപ്പിനെ പറ്റിയിട്ടുള്ള ഫുൾ ചരിത്രം ഉണ്ട് ആ പുസ്തകത്തിലുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ യൂറോപ്പിൻ്റെ ചരിത്രത്തിന് എന്തുകൊണ്ടാണ് മെഡിറ്റേനിയൻ എന്ന് ആ ഒരു പേരിട്ടതെന്ന് വെച്ചാൽ ഇതിൽ
നായകൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം മെഡിറ്ററേനിയൻ സീ ആണ്. അതാണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് ദ ബുക്ക് ഈസ് ദ മെഡിറ്ററേനിയൻ സീ ഇൻ ദ ഫോം ഓഫ് ജിയോ ഹിസ്റ്ററി. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ടൈപ്പ് ഹിസ്റ്ററിക്കും കൂടി രൂപം കൊണ്ടുവന്നു. ഒരു ജിയോ ഹിസ്റ്ററി, ജോഗ്രഫിക്കൽ ഹിസ്റ്ററിക്ക് ഒരു രൂപാന്തരം പോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മെഡിറ്ററേനിയൻ സീ ആണ് ഇവിടുത്തെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവൻ ദോ ഇറ്റ് ഈസ് ടെലിംഗ് അബൌട്ട് ദ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് ഡ്യൂറിങ് ഫിലിപ്പ് ടു, ഇവിടെ മെഡിറ്ററേനിയൻ സീ എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൈം പഠിക്കാം. അതെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ടൈമും നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമും രണ്ടും രണ്ടാണെന്നാണ്. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് വായിക്കാം. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ജനറൽ കോൺസെപ്റ്റ് ഓഫ് ടൈം. സാധാരണ നമ്മൾ പറയുന്ന ആ ഒരു ടൈമിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് ഓഫ് ടൈം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ആരെയെന്ന് വെച്ചാൽ ഫ്രോഡൽ പറയുന്നത്. ഫ്രോഡലല്ല, സോറി ഗൈസ്, ഫ്രോഡൽ അല്ല, ബ്രോഡൽ. എനിക്ക് എപ്പോഴും ഫ്രോഡലിനേ വരുള്ളൂ. ഓക്കെ, സോ ബ്രോഡൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ്, ഡസ് നോട്ട് വോണ്ട് യൂണിഫോം സ്പീഡ്. അതായത് ഇങ്ങനെ ഒരു യൂണിഫോം ആയിട്ടൊന്നും മൂവ് ചെയ്യില്ല. യൂണിഫോം എന്ന് വെച്ചാൽ നമുക്കറിയില്ല 5, 10 അങ്ങനെ കറക്റ്റ് ഒരു ഓർഡറിൽ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൈം ഒന്നും മൂവ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ നമ്മുടെ സാധാരണ ടൈമിൽ യൂണിഫോം സ്പീഡ് ഉണ്ട്, പക്ഷേ ഹിസ്റ്റോറിക്കൽ ടൈം അങ്ങനെയല്ല എന്നാണ് നമ്മുടെ ബ്രോഡൽ പറയുന്നത്. അപ്പോൾ ഹി ഡിവൈഡ്സ് ഇൻ ടു 3 ഫോംസ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൈമിന് അദ്ദേഹം 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 3 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിസ്റ്റോറിക്കൽ ടൈമിന് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പഠിച്ചു വെക്കുക. ഒന്ന് ലോങ് ടേം, പിന്നെ മീഡിയം ടേം, ഒന്ന് മൂന്നാമത്തെ ഷോർട്ട് ടേം. എന്തൊക്കെയാണ്? ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം. ഇനി ലോങ് ടേമിന് മറ്റൊരു പേരാണ് ജോഗ്രഫിക്കൽ ടൈം. ആൻഡ് മീഡിയം ടേമിൻ്റെ മറ്റൊരു പേരാണ് സോഷ്യൽ ടൈം. ഷോർട്ട് ടേമിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡിവിജ്വൽ ടൈം. സോ ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം. അപ്പോൾ ലോങ് ടേമിൻ്റെ മറ്റൊരു പേര് ജോഗ്രഫിക്കൽ ടൈം, മീഡിയം ടൈമിൻ്റെ മറ്റൊരു പേര് സോഷ്യൽ ടൈം, ആൻഡ് ഷോർട്ട് ടേമിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടൈം. ഇനി വീണ്ടും നമ്മൾ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അതായത് ലോങ് ടേമിന് വേറൊരു പേര് കൂടി ഉണ്ട്, ആവശ്യമില്ലാതെ വെറുതെ അതൊക്കെ അവർ എഴുതിയിരിക്കുകയാണ്. ലോങ് ഡ്യൂർ എന്ന് പറഞ്ഞൊരു പേരുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ഈ ലോങ് ടൈം എന്ന് പറയുന്നത്, ലോങ് ടേം എന്ന് പറയുന്ന ഒരു സ്ലോ മൂവിങ് ആണ്. ഓക്കെ, ഇനി എന്താണ്? മീഡിയം ടേം എന്ന് പറയുന്നത് കൺജക്റ്റേഴ്സ് ആണ്. ഇറ്റ്സ് എ ടൈം ഓഫ് കൺജക്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഷോർട്ട് ടേം ഒരു ഫാസ്റ്റ് മൂവിങ് ടൈമാണ്. ഓക്കെ, he prepared his work on this time and then integrates them on global scale into total history or history of totality. അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ ഹിസ്റ്റോറിക്കൽ ടൈം ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് സാധാ ടൈമിലൊന്നും അദ്ദേഹത്തിന് വർക്ക് എഴുതാൻ താല്പര്യമില്ല. എന്നിട്ടാണ് അദ്ദേഹം ഒരു ഗ്ലോബൽ സ്കെയിലാക്കിയിട്ട് ഒരു ടോട്ടൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ടോട്ടാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ടൈമിനൊക്കെ ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം അടുത്തതായിട്ട്. അപ്പോൾ ഗൈസ്, ആ രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കൂ, നമുക്കത് ഒന്നും കൂടി വായിക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടൈം ഡെവലപ്ഡ് ബൈ ബ്രോഡൽ ആർഗ്യൂസ് ദ ഹിസ്റ്റോറിക്കൽ ടൈം ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ജനറൽ കോൺസെപ്റ്റ് ഓഫ് ടൈം. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം, അത് ഹിസ്റ്റോറിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ജനറൽ കോൺസെപ്റ്റ് ഓഫ് ടൈമിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ദ ഹിസ്റ്റോറിക്കൽ ടൈം ഡസ് നോട്ട് മൂവ് ഓൺ യൂണിഫോം സ്പീഡ്. ഓക്കെ, നമ്മൾ വീണ്ടും പറഞ്ഞാൽ യൂണിഫോം സ്പീഡായിട്ട് മൂവ് ചെയ്യില്ല. ആൻഡ് ഹി ഡിവൈഡ്സ് ഇൻ ടു 3 ഫോംസ്. അത് അദ്ദേഹം 3 ഫോമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമതെന്ന് വെച്ചാൽ ലോങ് ടേം ഓർ ജോഗ്രഫിക്കൽ ടൈം, മീഡിയം ടേം ഓർ ദ സോഷ്യൽ ടൈം, ആൻഡ് ഷോർട്ട് ടേം ഓർ ഇൻഡിവിജ്വൽ ടൈം. Okay, he prepared his work on the time concept and then he integrates them on global scale into total history or history of totality. പറഞ്ഞാണ്. ഇനി നമുക്ക് ഓരോന്നിനും ഡിഫൈൻ ചെയ്യാം. He stated that in geographical time, as it is related with geohistory, time is almost stationary or slow moving in the case of mountains, plains, coastlines, climate and sea routes. അപ്പോൾ ജിയോ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്? അതായത് ടൈം എപ്പോഴും സ്ലോ മൂവിങ് ആണ്. എന്തിൻ്റെ കേസിൽ? മൗണ്ടെയ്ൻസിൻ്റെ കേസിൽ. എല്ലാ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട എല്ലാം പറയുക. അതായത് മൗണ്ടെയ്ൻസ്, പ്ലെയിൻസ്, കോസ്റ്റ് ലൈൻ, ക്ലൈമറ്റ് ആൻഡ് സീ റൂട്ട്സ്. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ടൈം എന്താണ്? മെല്ലെയാണ് മൂവ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് ജോഗ്രഫിക്കൽ ടൈം ആണല്ലോ, അപ്പോൾ ജിയോ ഹിസ്റ്ററി ആണല്ലോ, അപ്പോൾ എന്താണ്? ഇത് മെല്ലെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പ്ലെയിൻസ്, കോസ്റ്റ് ലൈൻ, ക്ലൈമറ്റ്, സീ റൂട്ട്, ഇവരുടെയൊക്കെ ടൈം എന്താണ്? വളരെ സ്ലോ ആണ്. അടുത്ത സോഷ്യൽ ടൈമാണ്. സോഷ്യൽ ടൈം ആരെ ബന്ധപ്പെടുത്തിയിട്ടാണ്? യെസ്, ഓഫ് കോഴ്സ്, സൊസൈറ്റി, റൈറ്റ്? ദ സോഷ്യൽ ടൈം ഇസ് ദ ടൈം ഓഫ് കൺജക്റ്റേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് സോഷ്യൽ മാത്രമല്ല, പൊളിറ്റിക്കൽ ഉണ്ട് കേട്ടോ. സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ്. സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ്. ഇനി മൂന്നാമത്തെ ആരാണ്? ഇൻഡിവിജ്വൽ ടൈം. ഇൻഡിവിജ്വൽ ടൈം ഇസ് കണക്റ്റഡ് വിത്ത് ഈവൻസ്, പൊളിറ്റിക്സ് ആൻഡ് പീപ്പിൾ. എന്തൊക്കെയാണ്? ഓരോ ഇൻസിഡൻസ്, പിന്നെ നമ്മുടെ രാഷ്ട്രീയം ആൻഡ് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ. സോ ദ ഇൻഡിവിജ്വൽ ടൈം ഇസ് കൺസേൺ വിത്ത് ഈവൻസ്, പൊളിറ്റിക്സ് ആൻഡ് വേറൊരു പിയും കൂടി ഉണ്ടല്ലോ, യെസ്, പീപ്പിൾ. അപ്പോൾ ഇത് മൂന്നും. സോ ഇറ്റ് ഇസ് ദ ഫാസ്റ്റ് മൂവിങ് ടൈം ആൻഡ് ദ യൂഷ്വൽ കൺസേൺ ഓഫ് കൺവെൻഷണൽ ഹിസ്റ്റോറിയൻ. അപ്പോൾ അത് ഫാസ്റ്റ് മൂവിങ് ആണ്. ഓക്കെ, അപ്പോൾ കൺവെൻഷണൽ ഹിസ്റ്റോറിയൻ്റെ ഒരു യൂഷ്വൽ കൺസേൺ ആണ് ആര്? നമ്മുടെ സ്വന്തം ഷോർട്ട് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈം പഠിച്ചു, 3 ടൈമിന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൂടി ഒന്ന് വായിക്കുക, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഈസി കിട്ടും.
ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബ്രോഡൽസ് മൾട്ടി ഡയമെൻഷണൽ ഹിസ്റ്ററി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു സ്ട്രക്ചേഴ്സ് റാദർ ദാൻ ടു ഈവൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഈവൻറ്റ്സും ഇൻഡിവിജ്വൽസിനൊക്കെ പറ്റി പഠിക്കുന്നതിന് പകരം ആ ഒരു പുള്ളിക്കൊരു മൾട്ടി ഡയമെൻഷൻ ഹിസ്റ്ററി ആയിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ വൺ ഷുഡ് സ്റ്റഡി ദ സ്ട്രക്ചറൽ ഫോഴ്സസ് ദാറ്റ് ഷേപ്പ് ദ ആക്ഷൻസ് ഓഫ് ഗ്രേറ്റ് മെൻ ഇൻ ഹിസ്റ്ററി. ഒരു ഹിസ്റ്ററിയിൽ അദ്ദേഹം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള, അല്ലെങ്കിൽ ഇത്രയും പ്രത്യേകതയുള്ള ഒരാളാവാൻ കാരണമാകുന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. വൺ ഷുഡ് സ്റ്റഡി ദ സ്ട്രക്ചറൽ ഫോഴ്സസ് ദാറ്റ് ഷേപ്പ് ദ ആക്ഷൻസ് ഓഫ് ഗ്രേറ്റ് മെൻ ഇൻ ഹിസ്റ്ററി. അതായത് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ പഠിക്കണം, അതുപോലെ തന്നെ ക്ലൈമറ്റ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡറേഷനിൽ എടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രോഡൽ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹിസ്റ്റോറിയൻ ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ദ മെജോറിറ്റി. അതായത് ഹിസ്റ്ററി ഓഫ് മെജോറിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ ഹിസ്റ്ററി ഓഫ് വിക്ടേഴ്സിനല്ല. ജയിച്ചവരുടെ ചരിത്രം മാത്രമല്ല നമ്മൾ എഴുതേണ്ടത്, അവിടെയുള്ള ആൾക്കാരുടെ ചരിത്രമാണ് ഇത്. നമുക്കറിയാം അനൽസ് ഹിസ്റ്ററിൻ്റെ മെയിൻ എയിം തന്നെ എന്താണ്, ഈ സാധാരണക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ ചരിത്രം എഴുതുക. അപ്പോൾ ഏതൊരു ഹിസ്റ്റോറിയനും ആ ഒരു കാര്യം പറയും. ഇനി നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റ് എഴുതി വെക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദി ഹിസ്റ്റോറിയൻസ് ആർ ടെലിംഗ് ദാറ്റ് തിങ്, റൈറ്റ്. മെജോറിറ്റിയുടെ ഹിസ്റ്റോറിയൻസ് ചെയ്താൽ യു ഹാവ് ടു റൈറ്റ് ദി ഹിസ്റ്ററി ഓഫ് ദ കോമൺ പീപ്പിൾ എന്ന ആ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴും കാണാം. ഇറ്റ് ഈസ് ബി okay. The history of one region or territory or country would be incomplete without it becomes total history. History of one region or territory or country would be incomplete without it becomes എല്ലാ regionum വേണം, right. Otherwise it will become it won't become a total history. Though Braudel has been criticized for neglecting political history in his haste for analyzing non-political structures of society, his works undoubtedly has influenced historians all over the world in the post-war period. See, നമ്മൾ ഏതൊരു ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും അദ്ദേഹത്തിന് നേരിട്ട് ക്രിട്ടിസൈസ്, അതിൽ വിമർശനം നമ്മൾ അവസാനം ആയിട്ട് ആ പോയിന്റിൽ എഴുതി വെക്കണം. കാരണം നമുക്കതിന് എക്സ്ട്രാ മാർക്ക് ഉണ്ട്. അദ്ദേഹത്തിന് കിട്ടിയൊരു വിമർശനം, കാരണം എല്ലാ ഹിസ്റ്റോറിയൻസും പെർഫെക്റ്റ് ആവില്ല. ഈവൻ നമ്മളിപ്പോൾ നമ്മുടെ ഹെറോഡോട്ടസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് എന്താണ് ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടിയൊരു വിമർശനമാണ്. അതുപോലെ നമ്മുടെ ബ്രോഡലിന് കിട്ടിയൊരു വിമർശനമാണ്. അദ്ദേഹം ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്താ പറയുക, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വല്ലാണ്ട് അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള വിമർശനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും കൂടി അദ്ദേഹം എന്താ പറയുക, ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാം ഹി ഇൻഫ്ലുവൻസ് ഓൾ ഓവർ ദ വേൾഡ് ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ്. ആ ഒരു ആഫ്റ്റർ വാർ പീരീഡിൽ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്, നമ്മുടെ ഫെർണാഡ്, റൈറ്റ്.